Hi friends, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. RRB SSC എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സിലെ നാലാമത്തെ വീഡിയോ ആണിത്. പാർട്ട് 4 ആണ്. മുമ്പുള്ള 3 വീഡിയോകളും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ആയിട്ട് SSC എക്സാമുകളും RRB എക്സാമുകളും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻസിന് നമ്മൾ കേരള PSCക്ക് പഠിക്കുന്നവർക്കും ഡിഗ്രി ലെവൽ എക്സാമിനും +2 ലെവൽ എക്സാമിനൊക്കെ പഠിക്കുന്നവർക്കും ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ടെലഗ്രാം ചാനൽ A to Z Tricks എന്ന ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. അതിൽ PDF നോട്ട്സുകളും ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ കുറച്ച് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ തന്നിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം അധികം ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ മാക്സിമം ആളുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്നവർ ആ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ചെയ്ത് കിട്ടിയ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ മാൻ ഗെയിൻസ് 20% ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ എ സെർട്ടൈൻ പ്രൈസ്. ഇഫ് ഹീ സെൽസ് ഇറ്റ് അറ്റ് ഡബിൾ ദി പ്രൈസ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വിൽ ബി. ഞാനെന്ത് ചെയ്ത് 20% ലാഭമെടുത്ത്, ഞാനൊരു സാധനം ഉണ്ട്, ആ സാധനം എന്ത് ചെയ്ത് 20% ലാഭമെടുത്ത് വിറ്റ്. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ആ വിറ്റത് അതിൻ്റെ ഡബിൾ വിൽക്കുകയാണെങ്കിൽ എനിക്ക് എത്രയായിരിക്കും പ്രോഫിറ്റ് കിട്ടുക. അത്രേ ഉള്ളൂ. അതിൻ്റെ സിമ്പിളായിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ കോസ്റ്റ്, എനിക്ക് ഒരു സാധനമുണ്ട്, ഒരു വാച്ചാണ്. ആ വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് അതിൻ്റെ വില. ഞാനത് 20% വിറ്റു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൻ്റെ കൂടെ പ്ലസ് 20 രൂപ കൂട്ടിയിട്ട് ഞാൻ 120 രൂപയ്ക്കായിരിക്കും വിറ്റിട്ടുണ്ടാകുക. ഞാൻ വിറ്റത് 120 രൂപക്കാണ്, സെല്ലിംഗ് പ്രൈസ് 100 രൂപ. ഞാൻ വിറ്റ ശേഷം ചിന്തിക്കുകയാണ്, ഞാൻ ഇതിൻ്റെ ഡബിൾ വിൽക്കുകയാണെങ്കിൽ എനിക്ക് എത്രയായിരിക്കും പ്രോഫിറ്റ്. 120 ഡബിൾ എന്ന് പറയുമ്പോൾ 240 വിൽക്കുകയാണെങ്കിൽ എനിക്ക് എത്രയായിരിക്കും പ്രോഫിറ്റ്. 240 100 പോയാൽ 140 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഈ 140 എന്ന് പറഞ്ഞാൽ 100ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 140 100ൻ്റെ എത്ര പെർസെൻറ്റേജ്? നമുക്ക് വേണമെങ്കിൽ തന്നെ എങ്ങനെ ചെയ്യാം, 140 × 100 ഡിവൈഡ് ബൈ നമ്മുടെ കോസ്റ്റ് പ്രൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 140% ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് കിട്ടുക, വായിച്ച് നമ്മുടെ മനസ്സിലാക്കുക. നമ്മുടെ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട, നമ്മുടെ മൈൻഡ് ഉപയോഗിച്ച് ചെയ്ത് മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡീലർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20% ഈവൻ ആഫ്റ്റർ ഗിവിംഗ് എ 10% ഡിസ്കൗണ്ട് ഓൺ ദി അഡ്വർടൈസ്ഡ് പ്രൈസ് ഓഫ് എ സ്കൂട്ടർ. ഇഫ് ഹി മേക്സ് എ പ്രോഫിറ്റ് of rupees 7,500 on the sale of the scooter, the advertised price was. എൻ്റെ കോസ്റ്റ് പ്രൈസ് 100% ആണ്. ഇപ്പോൾ ഞാനൊരു സെല്ലിംഗ് പ്രൈസ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപയാണെങ്കിൽ എൻ്റെ വാച്ചിൻ്റെ വില 100 രൂപയാണ്. ഞാൻ 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇതാണ് എന്ത് അഡ്വർടൈസ്മെൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. ഈ 200 രൂപയിൽ നിന്നും നമ്മൾ ഡിസ്കൗണ്ട് എപ്പോഴും മനസ്സിലാക്കുക, ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് സെല്ലിംഗ് പ്രൈസ് എന്നാണ്. സെല്ലിംഗ് പ്രൈസ് എന്നാണ് നമ്മൾ ഡിസ്കൗണ്ട് കണക്കാക്കുന്നത്. നമ്മൾ കോസ്റ്റ് നിന്നാണ് നമ്മൾ പ്രോഫിറ്റും ലോസും കണക്കാക്കേണ്ടത്. അപ്പോൾ 200 നമ്മൾ കുറക്കുമ്പോൾ ആ ഒരു ബേസാണ് ഇവിടെ. ബേസ് മാത്രം മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്താണ്, എൻ്റെ ഒരു സാധനം 20% ലാഭം കിട്ടി. എങ്ങനെ? 10% സെല്ലിംഗ് പ്രൈസിൽ നിന്നും 10% കുറച്ച് വിറ്റപ്പോൾ എനിക്ക് 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയായിരിക്കും? എൻ്റെ ഈ 100% എൻ്റെ കോസ്റ്റ്. എനിക്ക് 20% ലാഭം കിട്ടിയെന്ന് 120%-നായിരിക്കും ഞാൻ വിറ്റിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ കോസ്റ്റ്, എനിക്ക് 20% ലാഭം എന്ന് പറഞ്ഞാൽ 20% എന്ന് പറയുന്നത് എൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 7,500 ആണ്. കാരണം എന്താണ്? എനിക്ക് 7,500 രൂപ ലാഭം കിട്ടി. അപ്പോൾ എൻ്റെ ഈ വിറ്റ വില കാണാൻ, അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസ് കാണാൻ ×100ഉം വിറ്റ വില ഞാൻ സെല്ല് ചെയ്ത് എത്രയായിരിക്കും? 100% സാധനം ഞാൻ വിറ്റത് എത്രയായിരിക്കും? 120%-നായിരിക്കും ഞാൻ വിറ്റിട്ടുണ്ടാകുക. അപ്പോൾ ഇവിടെ 20% 7,500 ആണെങ്കിൽ അതിൻ്റെ 120% കണ്ടാൽ ഞാൻ വിറ്റ വില കിട്ടും. പിന്നെ അതിൽ നിന്നും എന്താണ്, ഞാൻ വിറ്റ വില എന്ന് പറഞ്ഞത് 10% സെല്ലിംഗ് പ്രൈസിൽ നിന്നും 10% ഡിസ്കൗണ്ട് കുറച്ചുള്ള എമൗണ്ട് വിറ്റിട്ടുണ്ടാകുക. അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് കാണണമെന്നുണ്ടെങ്കിൽ 7,500 രൂപ എൻ്റെ 20% ആണെങ്കിൽ അതിൻ്റെ 1% കാണണമെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 1% കാണാൻ 7,500 ആയിരിക്കണം. 20 ചെയ്താൽ മതി. × 120 ചെയ്ത് കഴിഞ്ഞാലോ എൻ്റെ സെല്ലിംഗ് പ്രൈസിന് കിട്ടും
കോസ്റ്റ് പ്രൈസ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 20 120 എത്ര പ്രാവശ്യമാണ്? 2 12 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 7500 ഇൻറ്റു 6 ചെയ്താൽ മതി. 7500 ഇൻറ്റു 5 എത്രയാണ്? 75ൻ്റെ പകുതി പ്ലസ് 7500 കൂട്ടുക. 7500 6 45,000 ഞാൻ സെല്ല് ചെയ്ത പ്രൈസ്. പക്ഷേ 45,000 നമ്മുടെ ഓപ്ഷനിലുണ്ടാവും. പക്ഷെ അതല്ല നമ്മുടെ ആൻസർ. കാരണം എന്താണ്? ഇത് സെല്ല് ചെയ്ത പ്രൈസാണ്. എത്ര ശതമാനം ഡിസ്കൗണ്ടിന് ശേഷമാണ്? 10% ഡിസ്കൗണ്ട് പ്രൈസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ 100% എടുത്തു കഴിഞ്ഞാൽ ഈ 45,000 എന്ന് പറയുന്നത് എത്ര % ആയിരിക്കും? 90% ആയിരിക്കില്ലേ? കാരണം ഇതിൽ നിന്നും 10% ഡിസ്കൗണ്ട് കൊടുത്ത ശേഷമാണ് എനിക്ക് 45,000 എന്ന് സെല്ലിംഗ് പ്രൈസ് കിട്ടിയത്. 90% 45,000 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 100% കണ്ടു കഴിഞ്ഞാൽ എന്താ ആൻസർ കിട്ടി. അപ്പോൾ അതിന് 100% കാണാൻ എന്താ ചെയ്യുക? 45,000 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 100. 9 45 5 പ്രാവശ്യം 5000 ഇൻറ്റു 10 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 50,000. ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ സെൽസ് ആൻ ആർട്ടിക്കിൾ ടു ബി അറ്റ് എ ഗെയിൻ ഓഫ് 10%. ബി സെൽ ഇറ്റ് ടു സി അറ്റ് എ ഗെയിൻ ഓഫ് 5%. ഇഫ് സി പേസ് ₹462 ഫോർ ഇറ്റ്, വാട്ട് ഡിഡ് ഇറ്റ് കോസ്റ്റ് ഓഫ് എ? എയുടെ കോസ്റ്റാണ് ചോദിച്ചത്. നമുക്ക് എ ബി സി എന്ന് പറയുന്ന 3 ആളുകളാണുള്ളത്. എയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞത് 100 ആണെങ്കിൽ 100 ആണെങ്കിൽ എങ്ങനെയായിരിക്കും ബിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുക? ഗെയിൻ ഓഫ് 10% ആണ്. 110 ബിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ബി അത് സിക്ക് എത്രക്കാണ് കൊടുത്തത്? ഗെയിൻ ഓഫ് 5% ആണ്. 5% ലാഭത്തിലാണ്. 110ൻ്റെ 5% എത്ര? 11ൻ്റെ പകുതി. 10% എന്ന് പറഞ്ഞാൽ ഈ 0 ഒഴിവാക്കിയാൽ മതി. 11ൻ്റെ പകുതി 5.5 കൂടി കൂട്ടി 115.5 നമ്മുടെ സിക്ക് ബി കൊടുത്തത്. സി നമ്മൾ നോക്കാം. ഈ പേഴ്സൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എന്തായിരിക്കും? സിയുടെ കോസ്റ്റ്, എയുടെ കോസ്റ്റ് 100% ആണ്. എ അത് 10% കൂട്ടി ബിക്ക് 110% കൊടുത്തു. സിയുടെ കോസ്റ്റ് ഇപ്പോൾ 110 ആണെങ്കിൽ 115 നമ്മുടെ സിക്ക് കൊടുത്തത്. അപ്പോൾ 115% എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഒരു 462. നമുക്ക് എന്താ കാണേണ്ടത്? എയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 100%ലേക്കാണ് വരേണ്ടത്. 100%ലേക്ക് വരണമെങ്കിൽ 462 എന്ന് പറയുന്നത് 115.5 ആണെങ്കിൽ, 5% ആണെങ്കിൽ, അതിൻ്റെ 100% ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എങ്ങനെ കാണാം? 462ൽ എത്ര 115 0.5 നമുക്ക് കിട്ടുന്നത് 4 ഇത് നോക്കുക. ഇവിടെ 131 231 രണ്ടെണ്ണം ഡബിൾ ചെയ്താൽ 462. അപ്പോൾ 4 × 100 400 രൂപയാണ് നമ്മുടെ എയുടെ കോസ്റ്റ്. നമുക്ക് ഓപ്ഷൻ എടുക്കാം. ഓപ്ഷന് നിങ്ങൾക്ക് PSC എക്സാമുകളൊക്കെ അല്ലെങ്കിൽ SSC എക്സാമുകൾ, RRB എക്സാമുകളൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. 400 എടുക്കാം. 400 എഴുതി നോക്കാം. 400ൻ്റെ 10% എടുക്കുക. 440ൻ്റെ കൂടെ 5% കൊടുക്കും. 462 നോക്കുക. അത് അങ്ങനെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വർക്ക് ആൻ ടൈമിലെ ക്വസ്റ്റ്യൻസ് ആണ്. വർക്ക് ആൻ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നതും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എപ്പോഴും ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ 12 days, B and C in 15 days, and C and A in 20 days. A, B, C work together, they will complete. എ ബി ഒരു ജോലി ചെയ്യുന്നത് 12 ദിവസം കൊണ്ടും ബി സി ചെയ്യുന്നത് 15 ദിവസം കൊണ്ടും സി എ ചെയ്യുന്നത് 20 ദിവസം കൊണ്ടുമാണെങ്കിൽ എ ബി സി എങ്ങനെയായിരിക്കും? നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എഫിഷ്യൻസി ഇട്ടിട്ടുള്ള മെത്തേഡാണ്. എ ബി 12 ദിവസം കൊണ്ട്, ബി സി 15 ദിവസം കൊണ്ട്, സി എ ചെയ്യുന്നത് 20 ദിവസം കൊണ്ടുമാണ് അവർ ജോലി ചെയ്യുന്നത്. നമുക്കിവിടെ ടോട്ടൽ വർക്ക് എത്ര നോക്കാം. എത്ര യൂണിറ്റ് വർക്കാണ് അവർ ചെയ്യുന്നത് നോക്കാം. 20 15 12ൻ്റെ LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഈ 60 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ബി 12 ദിവസം, ബി സി 15 ദിവസം, സി എ 20 ദിവസം എടുക്കുന്നത്. ഈ 60 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവരെടുക്കുന്ന എഫിഷ്യൻസി എത്ര നോക്കാം. അങ്ങനെ 60 ആയിരിക്കണം 12, 5 എഫിഷ്യൻസിയാണ് എടുക്കുന്നത്. എ ബി എടുക്കുന്ന 5 എഫിഷ്യൻസി, 60 ആയിരിക്കണം 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എഫിഷ്യൻസിയാണ് നമ്മുടെ ബി സി എടുക്കുന്നത്. സി എ എടുക്കുന്നത് 60 ആയിരിക്കണം 20 ചെയ്ത് കഴിഞ്ഞാൽ 4 എഫിഷ്യൻസിയാണ് അവരെടുക്കുന്നത്.
3 ഇവിടെ 4 60 ആയിരിക്കണം 15 4 എഫിഷ്യൻസി 60 ആയിരിക്കണം 20 3 എഫിഷ്യൻസിയാണ് എടുക്കുന്നത്. ഇനി നോക്കാം ABC നമ്മോട് ചോദിച്ചത് ABC എത്ര ദിവസം കൊണ്ട് ആ ഒരു ജോലി ചെയ്യും. നമ്മൾ ഇവിടെ കിട്ടിയ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 5 4 9 9 3 12 എഫിഷ്യൻസിയാണ് ടോട്ടൽ. അതെങ്ങനെയാണ്? AB പ്ലസ് BC പ്ലസ് CA ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതാണ് 12. ഇവിടെ 2A ഉണ്ട് 2B ഉണ്ട് 2C ഉണ്ട്. ഇപ്പോൾ 2A 2B 2C ആണ് 12. അപ്പോൾ 1A 1B 1C എത്രയായിരിക്കും? 12 ആയിരിക്കണം 2 6. ഇനി നമ്മോട് ചോദിക്കുകയാണ് നമ്മുടെ ABC എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കാം. ടോട്ടൽ യൂണിറ്റ് വർക്ക് 60 ആണ്. 60 ആയിരിക്കണം 6 10 ഡേയ്സ് 10 ഡേയ്സ് കൊണ്ടാണ് അവർ ആ ഒരു ജോലി തീർക്കുന്നത്. അപ്പോൾ നോക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ് സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട്. പലർക്കും 60 ആയിരിക്കണം 12 ചെയ്യാറുണ്ട്. അപ്പോൾ 5 ദിവസം കൊണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെയാണ് ബേസ് വന്നത് മനസ്സിലാക്കുക. എഫിഷ്യൻസി മെത്തേഡ് ആയിരിക്കും ബെറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, A and B together can complete a work in 8 days and B and C together in 12 days if all the 3 together can complete a work in 6 days. In how much time will A and C together complete a work? എയും സിയും എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? എയും ബിയും കൂടി ചെയ്യുന്നത് എത്രയാണ്? 8 ദിവസം കൊണ്ടാണ്. ബിയും സിയും കൂടി ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 12 ദിവസം കൊണ്ട്. ABC ചെയ്യുന്നത് 6 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. 8ൻ്റെയും 12ൻ്റെയും 6ൻ്റെയും LCM എത്രയാണ്? 24 ആണ് അവരുടെ LCM. അവർ 24 വർക്ക് ചെയ്യാൻ വേണ്ടി 8 ദിവസം 6 ദിവസം 12 ദിവസം 6 ദിവസം എടുക്കുന്നത്. എഫിഷ്യൻസി ചോദിച്ചാൽ 24 ആയിരിക്കണം 8 3 എഫിഷ്യൻസിയാണ് നമ്മൾ AB എടുക്കുന്നത്. 24 ആയിരിക്കണം 12 ചെയ്ത് കഴിഞ്ഞാൽ 2 എഫിഷ്യൻസിയാണ് BC എടുക്കുന്നത്. 24 ആയിരിക്കണം 6 ചെയ്ത് കഴിഞ്ഞാൽ എത്ര എഫിഷ്യൻസി എടുക്കുന്നത്? 4 എഫിഷ്യൻസിയാണ് നമ്മുടെ ABC 3 പേരും കൂടി എടുക്കുന്നത്. നമ്മോട് ചോദിച്ചത് AC എന്ന് പറയുന്ന ആളുകളുടെ എഫിഷ്യൻസിയാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ ABCയിൽ നിന്നും B ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AC കിട്ടും. B കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ AB പ്ലസ് BC മൈനസ് ABC. AB പ്ലസ് BC എങ്ങനെ എടുക്കുന്നത്? രണ്ടിലും എയും ബിയും ABC ഉണ്ട്, പിന്നെ ഒരു B അഡീഷണലുണ്ട്. അപ്പോൾ B കിട്ടാൻ വേണ്ടി AB പ്ലസ് BCയിൽ നിന്നും ABC കുറച്ചാൽ മതി. AB പ്ലസ് BC എത്രയാണ്? 3ഉം 2ഉം എത്രയാണ്? 5. 5 4 പോയി കഴിഞ്ഞാൽ 1. ഒരു എഫിഷ്യൻസിയാണ് നമ്മുടെ ബിയുടേത്. നമ്മുടെ ACയുടെ വെച്ചത്. ഇപ്പോൾ ABCയിൽ നിന്നും B പോയി കഴിഞ്ഞാൽ AC കിട്ടി. അപ്പോൾ ABC എത്രയാണ്? 4. നമ്മുടെ B എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 3 എഫിഷ്യൻസിയാണ് ACയുടേത്. ഇനി AC എന്ന് പറയുന്ന ആളുകൾ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ 24 വർക്കാണ് അവിടെ ഉള്ളത്. അപ്പോൾ 24 ഹരിക്കണം 3. 24 ഹരിക്കണം 3 എത്ര എണ്ണം വരുന്നത്? 8 ഡേയ്സാണ്. 8 ദിവസം കൊണ്ടാണ് AC ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ എഫിഷ്യൻസി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എത്ര ശരിയായി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ചെയ്യാൻ തരുന്നത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. ചെയ്ത് നോക്കുക. കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നാളെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പാസ്സെന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഇതിൽ പങ്കെടുക്കുന്നവർ ഈ ഒരു വീഡിയോ സീരീസിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഈ കോഴ്സ് നിങ്ങൾക്ക് മാത്സ് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. A and B can do a piece of work in 30 days while B and C can do the same work in 24 days and C and A do in 20 days. They all work together for 10 days when B and C leave. How many days more will A take to finish the work? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയി പോകുന്നതാണ്. എയും ബിയും കൂടി ഒരു ജോലി 30 ദിവസം കൊണ്ടും ബിയും സിയും കൂടി സെയിം വർക്ക് 24 ദിവസം കൊണ്ടും സിയും എയും കൂടി 20 ദിവസം കൊണ്ടും ചെയ്യുന്നൊരു ജോലി അവർ 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്ത് 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് അതിനുശേഷം ബിയും സിയും ഒഴിവാക്കിപ്പോയി. ബാക്കി ജോലി ചെയ്യാൻ എ തനിച്ച് എത്ര ദിവസം വേണ്ടി വരും? എക്ക് എത്ര ദിവസം വേണ്ടി വരും എന്ന് പറഞ്ഞത്. കൂടുതൽ എത്ര ദിവസം വേണ്ടി വരും എക്ക് ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങളുടെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B can together finish a work in 30 days.
they worked together for 20 days and B left. After another 20 days, A finished the remaining work. In how many days A alone can finish the job? എയും ബിയും കൂടിയും ഒരു ജോലി ചെയ്യാൻ 30 ദിവസം കൂടി വേണ്ടി വന്നു. ദേ വർക്ക് ടുഗെദർ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് 20 ദിവസം വർക്ക് ചെയ്തു. ബി ലെഫ്റ്റ് അടിച്ചു പോയി. ബാക്കി വരുന്ന വർക്ക് 20 ദിവസം കൊണ്ടാണ് എ തീർത്തത് എങ്കിൽ മൊത്തം വർക്ക് ചെയ്യാൻ വേണ്ടി എക്ക് എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി വർക്കിംഗ് സെപ്പറേറ്റ്ലി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days and 15 days respectively. If they worked on alternate days beginning with A, in how many days will the work be completed? എയും ബിയും കൂടിയും വർക്ക് ചെയ്യാൻ വേണ്ടി 10-15 ദിവസം എടുക്കുന്നത്. അവർ വർക്ക് തുടങ്ങി എങ്ങനെ? 1.5 ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. എ ഇന്ന് എടുത്താൽ ബി നാളെ എടുക്കും, മറ്റന്നാൾ എ എടുക്കും, പിറ്റന്നാൾ എങ്ങനെ എടുക്കുക? ബി എടുക്കും. അങ്ങനെ ഇടവിട്ട് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.